ഗൗരിയമ്മയുമായി സഹോദരി തുല്യമായ അടുപ്പം, VS അച്യുതാനന്ദനുമായി ദീർഘകാലത്തെ സൗഹൃദം. ഈ സൗഹൃദങ്ങളും ബന്ധങ്ങളുമാണ് പ്രൊഫസർ MK സാനുവിനെ ഇടത് സ്വതന്ത്രനായ MLA ആക്കിയത്. ഗൗരിയമ്മയ്ക്ക് കുഞ്ഞനുജനായിരുന്നു MK സാനു. സാനു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഗൗരിയമ്മ നാടാകെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. ഈഴവ സമുദായത്തിൽ നിന്ന് ആദ്യമായി നിയമ പഠനം നടത്തിയ ആ പെൺകുട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു പ്രൊഫസർ MK സാനുവിന്റെ തുമ്പോളിമംഗലം തറവാടിന്. പക്ഷേ കോളേജിലെത്തിയ MK സാനു വേറിട്ട വഴിയിലാണ് സഞ്ചരിച്ചത്. ആലപ്പുഴ SD കോളേജിലെ യൂണിയൻ ചെയർമാനായി ജയിച്ചത് ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ച MK സാനുവാണ്. അന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയന് നഷ്ടപ്പെട്ട ഒരേ ഒരു സീറ്റും ചെയർമാന്റേത് മാത്രമായിരുന്നു. K ഗോവിന്ദപിള്ളയും KK കുമാരപിള്ളയും ഒക്കെ നയിച്ച ഇടത് വിദ്യാർത്ഥി യൂണിയനാണ് MK സാനുവിന് മുന്നിൽ പരാജയപ്പെട്ടത്. അന്നും പിന്നീടും ദേശീയവാദിയായിരുന്നു പ്രൊഫസർ MK സാനു. ഒരിക്കലും ഒരു കോൺഗ്രസുകാരനായിരുന്നില്ല. ഗാന്ധിജിയുടെ ആശയങ്ങളോടുള്ള അടുപ്പവും സാനുവെന്ന യുവാവിനെ കോൺഗ്രസുകാരനാക്കിയില്ല. ഗൗരി അമ്മയോടും അച്യുതാനന്ദനോടും പിന്നീടുണ്ടായ അടുപ്പം മുഴുവൻ സമയ കമ്മ്യൂണിസ്റ്റുമാക്കിയില്ല. പക്ഷേ ഇടതുപക്ഷത്തെ പുരോഗമന കലാസാഹിത്യ സംഘവുമായി സഹകരിച്ചായിരുന്നു പ്രവർത്തനം. സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും ഏറ്റെടുത്തു. 1987 കഥ മാറിയത്. EMS എറണാകുളത്തെ കാരിക്കാമുറി ക്രോസ് റോഡിലെ വീട്ടിലെത്തി മത്സരിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടു. സമ്മതം പറയുന്നതിന് മുൻപ് തന്നെ CPIM പ്രവർത്തകർ വഴിനീളെ പേരെഴുതി. ഇതോടെ പിന്മാറാൻ മനസ്സ് വന്നില്ലെന്നാണ് മത്സരത്തെക്കുറിച്ച് സാനു മാസ്റ്റർ എന്നും പറഞ്ഞിരുന്നത്. സാക്ഷാൽ EMS തന്നെ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെൻറ്റിനെ ദുഷ്കർമ്മങ്ങളെ പ്രതിഷേധിക്കുന്നതിൽ സാനു മാസ്റ്റർ മുമ്പിലായിരുന്നു. അതുകൊണ്ട് സാനു മാസ്റ്റർ ഞങ്ങൾ കിട്ടണമെന്ന് പറയും. അങ്ങനെ ഒടുവിൽ ഞാൻ സമ്മതിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ കുത്തകയാണ് എറണാകുളമെങ്കിലും ഗ്രൂപ്പ് വൈരവും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു. മുതിർന്ന നേതാവ് AL ജേക്കബിനെതിരെ മറ്റൊരു മുതിർന്ന നേതാവ് എവറസ്റ്റ് ചമ്മിണി പത്രിക നൽകി. ഈ മത്സരത്തിൽ 10,032 വോട്ടുകൾക്കാണ് സാനു മാസ്റ്റർ ജയിച്ചത്. കോൺഗ്രസ് റിബലായി മത്സരിച്ച എവറസ്റ്റ് ചമ്മിണിക്ക് 10,449 വോട്ടും ലഭിച്ചിരുന്നു. MLA ആയതോടെ സാനു മാസ്റ്റർ പിന്നെ ഇടതുവേദികളിൽ സജീവമായി. മുൻപ് സാഹിത്യ സദസ്സുകളിൽ മാത്രമായിരുന്നു സഹകരണമെങ്കിൽ അന്നു മുതൽ പൊതുവിഷയങ്ങളിലും ഇടപെട്ടു തുടങ്ങി. അതിന് സാനു മാസ്റ്റർ നൽകിയിരുന്ന നിർവചനം ഇങ്ങനെയായിരുന്നു: മനസ്സിൽ നന്മയുള്ളവർക്ക് ഇടതുപക്ഷത്തെ നിൽക്കാനാവൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.